രാവിലെ പതിവിലും നേരത്തെ അമ്പലത്തിൽ എത്തിയതിനു ശേഷം വലിയ ഗ്യാസ് അടുപ്പും ഗ്യാസ് കുറ്റിയും ഒരിടത്ത് അടുപ്പിച്ചു. ശേഷം വലിയൊരു പാത്രം എടുത്ത് മേളിൽ വെച്ചു. അപ്പോൾ നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇവർ രാവിലെ എന്താ ചെയ്യുന്നതെന്ന്. വേറൊന്നുമല്ല, നാളെ വിനായക ചതുർത്ഥിയാണ്. 2000 ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ള ശർക്കര ഒരുക്കുന്ന പാടാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ചുമ്മാ പറഞ്ഞാലോ, നല്ല പാടായിരുന്നു. 30 കിലോ ശർക്കര എടുത്ത് അരത്തൊട്ട് വെള്ളം ഒഴിച്ച് ഗ്യാസും കത്തിച്ച് ഞാനങ്ങ് ശ്രീകോവിലുകളെല്ലാം തുറന്ന് നിർമ്മാല്യവും മാറ്റി അഭിഷേകം കഴിച്ച് ഞാനങ്ങ് ഇറങ്ങി. ബാക്കിയെല്ലാം പതുപോലെ 7:30 ഉഷപൂജയ്ക്കും കയറി. അകത്ത് കയറിയപ്പോൾ അറിഞ്ഞത് വലങ്കിണ്ടി എടുക്കാൻ മറന്നു. പിന്നെ ഓടി ഒന്ന് വലങ്കിണ്ടി എടുത്ത് അകത്ത് ഉഷപൂജ നിവേദ്യം കൊടുത്തതിന് ശേഷം പുറത്തിറങ്ങി അഗ്നിക്ക് വലിയ കഴിഞ്ഞ് നേരെ ദീപാരാധനയ്ക്ക് കയറി ദീപാരാധന കാണിച്ച് പുറത്തെടുത്ത് വെച്ച് നേരെ മഠത്തിലോട്ട്. ഫോണിന്റെ ചാർജ് തീർന്നുകൊണ്ട് മടത്തി ഒന്ന് ചാർജർ കൊടുത്ത് നേരെ വീണ്ടും അന്നുടനെ ഉണ്ണിയപ്പത്തിനുള്ള പഴങ്ങളെല്ലാം തൊലിക്കാൻ തുടങ്ങി. പാളയംകുടം പഴം 18 കിലോ അരിപ്പൊടിക്ക് 10 കിലോ പഴമാണ് ഞാനിവിടെ. അങ്ങനെ പഴങ്ങളെല്ലാം തൊലിച്ചതിന് ശേഷം തൊലിയെല്ലാം എടുത്ത് നേരെ കളഞ്ഞു. അത് കഴിഞ്ഞ് ഉരിഞ്ഞു വെച്ച പഴങ്ങളെല്ലാം മിക്സിക്കകത്തിട്ട് എല്ലാം ഉടച്ചെടുത്തു. ഞാൻ ചെയ്തുകൊണ്ടപ്പോഴാണ് മിക്സി എനിക്ക് പണി തന്നെ. വേറെ ഒന്നും മിക്സി ഒന്ന് ജസ്റ്റ് നിന്നുപോയി. പിന്നെ ബാക്കി പഴം കൈകൊണ്ട് ഉടച്ചതിന് ശേഷം അത് കഴിഞ്ഞ് കൃത്യനിഷ്ഠത എന്താണെന്ന് അറിയാന്നുള്ള ചങ്ക് ഫ്രണ്ടായ സന്ദീപ് കൃത്യസമയത്തിന് എത്തിയിട്ടുണ്ടോ. 9 മണിക്ക് വരാമെന്ന് പറഞ്ഞു. കൃത്യം 12 മണിക്ക് വെച്ചാൽ കാപ്പിയും കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അവൻ കൊടുത്ത കാപ്പിയും കുടിച്ച് ഞങ്ങൾ ഒരു പണിയും തുടങ്ങി. രാവിലത്തെ ഭക്ഷണം കഴിച്ചത് കൃത്യം 12:30 കഴിഞ്ഞപ്പോഴാട്ടോ. ഞാൻ കാപ്പി കുടിച്ചുകൊണ്ടിരുന്ന നേരം കൊണ്ട് അവൻ മാവിനകത്ത് ശർക്കരയും എല്ലാം ഇട്ട് സെറ്റ് ആക്കി വെച്ചു. പക്ഷേ ഇളക്കാൻ പാടായിരുന്നു. പിന്നെ ഒന്നും നോക്കി വിഘ്നേശ്വരനെ മനസ്സിൽ ധ്യാനിച്ച് കൈ കൊണ്ട് ഇളക്കാൻ തുടങ്ങി. അങ്ങനെ മാവൊക്കെ റെഡി ആയതിനു ശേഷം കുറച്ചിന് പുളിക്കാൻ അകറ്റി മാറ്റി വെച്ചു. ഞാൻ അങ്ങോട്ട് മാറി നേരം കൊണ്ട് അവൻ മാവെടുത്ത് ഒഴിക്കാൻ തുടങ്ങി. പക്ഷേ അവനെ കൊണ്ട് പറ്റിയില്ല. പിന്നെ ഞാൻ കൈവച്ച് കഴിഞ്ഞാൽ എല്ലാം ശരിയാവുമല്ലോ. പിന്നെ അതങ്ങ് നോക്കിയില്ല, എല്ലാം ശരിയായി. ഞാൻ ഒഴുകിടെ കണ്ടിട്ട് അവന് സഹിക്കുന്നില്ല. പിന്നെ അവന്റെ കയ്യിലും കൊടുത്തു. പിന്നെ അവൻ ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ അവൻ കുറച്ച് അവൻ ഒഴിച്ചു. ഞങ്ങൾ ആദ്യം ഒഴിച്ച ഉണ്ണിയപ്പത്തോടെ റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ അങ്ങോട്ടൊന്നും നോക്കില്ല. പിന്നെ ചറ പറഞ്ഞു ഉണ്ണിയപ്പം കുത്ത സന്ദീപം എടുക്കണം കേട്ടോ. പിന്നെ ഉണ്ണിയപ്പം കുത്ത സന്ദീപിനെ ഏൽപ്പിച്ചു. സാറ കണക്കല്ല, 2000 ഉണ്ണിയപ്പം ഉണ്ടാക്കണം. 2000 ഉണ്ണിയപ്പം ഉണ്ടാക്കി ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ. സുഹൃത്തുക്കളെ, കഴിഞ്ഞ വീഡിയോസിനെല്ലാം നല്ലൊരു സപ്പോർട്ട് നിങ്ങളെല്ലാം തന്നെ. അതുപോലെ എനിക്ക് യൂട്യൂബ് ചാനലുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് എൻ്റെ ബയോയിലുണ്ട്. ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. പറ്റുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏകദേശം 600ഓളം ഉണ്ണിയപ്പം നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉണ്ണിയപ്പം ഉണ്ടാക്കി സമയം പോയത് അറിഞ്ഞില്ല. ഞങ്ങൾക്ക് 2 കൃത്യം 5:30 തന്നെ അമ്പലത്തിൽ കയറണം. അങ്ങനെ കൃത്യം 1800 ഉണ്ണിയപ്പം ഉണ്ടാക്കിയ ശേഷം നമ്മൾ മതിയാക്കി കേട്ടോ. ഉണ്ണിയപ്പൊക്കെ അത്യാവശ്യം സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. നിങ്ങൾ എത്ര പേർക്ക് ഉണ്ണിയപ്പം ഇഷ്ടമാണ്, ഉണ്ണിയപ്പം ഇഷ്ടമാണെന്ന് കമന്റ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വിനായക ചതുർത്ഥി കേട്ടോ. അപ്പോൾ നാളെ ഇനി മോദകം ഉണ്ടാക്കണം. അപ്പോൾ മോദകം ഉണ്ടാക്കാൻ വേണ്ടി നാളെ വരുന്നു കേട്ടോ. അപ്പോൾ നാളെ കാണാം. ബൈ.